എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ റമദാൻ വ്രതം എടുക്കുന്ന വ്യക്തികളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. റമദാൻ വ്രതം എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് നിരവധി സംശയങ്ങൾ നിരവധി ആളുകൾക്കുണ്ട്. ഈ സംശയങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. നോർമലി ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന വ്യക്തികൾ റമദാൻ വ്രതം എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും മെല്ലെ മെല്ലെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്തതായിട്ടാണ് കണ്ടുവരുന്നത്. എല്ലാവരുടെ കാര്യമല്ല എന്നാൽ പോലും ഭൂരിഭാഗം ആളുകൾ റംദാൻ സമയമാകുമ്പോഴത്തേക്കും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. എന്നാൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റമദാൻ വ്രതം എടുക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് എടുക്കാനായിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള സമയം. നിങ്ങൾ റമദാൻ വ്രതം എടുക്കുന്ന സമയത്ത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഹെൽത്ത് വൈസും ലഭിക്കുന്നതാണ്, അതുപോലെ നിങ്ങളുടെ വെയിറ്റ് ലോസിലും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റമദാൻ വ്രതം എടുക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന സമയം ഈ ഒരു ടൈം തന്നെയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് വെയിറ്റ് ലോസിലോട്ട് എൻ്റർ ആവുക. വ്രതവും വെയിറ്റ് ലോസും ഒരേ രീതിയിൽ തന്നെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പ് സമയമാകുമ്പോഴത്തേക്കും വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് നിങ്ങളുടെ വ്രതവും അതുപോലെ തന്നെ നിങ്ങളുടെ വെയിറ്റ് ലോസും ഒരേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ റമദാൻ വ്രതം എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് ന്യൂട്രീഷൻ എടുക്കുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വ്രതവും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് റമദാൻ സമയത്ത് എങ്ങനെയാണ് വെയിറ്റ് ലോസ് പ്രോഗ്രാം ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഫോളോ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വ്രതമെടുക്കുന്ന കാലയളവിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന റമദാൻ കാലയളവിലും നിങ്ങൾ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങളുടെ വ്രതവും അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രോഗ്രാമും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റമദാൻ വ്രതം എടുക്കുന്ന കാലയളവിൽ നമുക്ക് രണ്ട് മെത്തേഡിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ട് മെത്തേഡ് ഇവിടെ 1 by 1 ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ഈ സമയത്ത് ഫോളോ ചെയ്യുക. രണ്ട് മെത്തേഡും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ആ മെത്തേഡ് വെയിറ്റ് ലോസ് നിങ്ങളുടെ വ്രതം എടുക്കുന്ന കാലയളവിൽ ചെയ്ത് മുന്നോട്ട് പോവുക. രണ്ട് മെത്തേഡ് എന്ന് പറഞ്ഞു, ഏതൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ 2 ടൈം ന്യൂട്രീഷൻ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എന്നാൽ 2 ടൈം ന്യൂട്രീഷൻ എടുത്തിട്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. വ്രതം എടുക്കുന്ന ടൈമിലാണെങ്കിൽ പോലും 2 ടൈം ന്യൂട്രീഷൻ എടുക്കുന്ന മെത്തേഡാണിത്. ഇതെങ്ങനെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോളോ ചെയ്യേണ്ടെന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ ഫോളോ ചെയ്യാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കോച്ചിനോട് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ബോഡി ഓരോ ടൈപ്പാണ്, ഹെൽത്ത് ഇഷ്യൂസ് വേറെ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. വളരെ ബ്രീഫായിട്ട് എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കേട്ട് അതേപടി ഫോളോ ചെയ്യാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിനെ കോൺടാക്ട് ചെയ്ത് ക്ലാരിറ്റി ആക്കിയതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക. 2 ടൈം ന്യൂട്രീഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പറയാം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ഓൾറെഡി വ്രതമെടുക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഫുൾ ഡേ ഫുള്ളായിട്ട് ഫാസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന ടൈം അതിനേക്കാളും മുന്നേ എഴുന്നേൽക്കുക. മുന്നേ എഴുന്നേൽക്കാൻ മാത്രമാണ് രാവിലത്തെ ന്യൂട്രീഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എഴുന്നേറ്റാൽ ഉടനെ തന്നെ വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ വാട്ടർ ഇൻടേക്ക് എടുക്കുക. കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് എടുത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റിന് ശേഷം വാഷ്റൂമിൽ പോവുക. ഫ്രഷ് കുടിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഷേക്ക് എടുക്കുക. ഷേക്ക് നിങ്ങൾ നോർമലി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ക്വാണ്ടിറ്റി തന്നെ ഷേക്ക് എടുക്കുക. അതുപോലെ തന്നെ വ്രതം എടുക്കുന്ന കാലയളവിൽ നിങ്ങൾ നോർമൽ ഷേക്ക് മാത്രം യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ ആക്റ്റീവ് ഫൈബർ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്റ്റീവ് ഫൈബർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ ലെവലിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ നീണ്ട നേരം നിങ്ങളുടെ ഫാസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നതാണ്. രാവിലത്തെ ഷേക്ക് എടുത്തതിന് ശേഷം വാട്ടർ ഇൻടേക്ക് എടുക്കുക. നിങ്ങളുടെ എപ്പോഴാണോ പ്രാർത്ഥന വരുന്നത് അതിന് മുന്നേ കൃത്യമായിട്ട് എത്രയാണോ കുടിക്കാൻ പറ്റുന്നത് അത്രയും ലിറ്റർ വെള്ളം കുടിക്കുക. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്നാൽ മാത്രമാണ് സാധിക്കത്തുള്ളൂ. ഒരുപാട് ലേറ്റ് ആയിട്ട് ഉണർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ന്യൂട്രീഷൻ പ്രോഗ്രാം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വാഷ്റൂമിൽ പോകുന്നതിന് മുന്നേ വാട്ടർ ഇൻടേക്ക് എടുക്കാൻ പറഞ്ഞു. ഈ സമയത്ത് വാട്ടർ ഇൻടേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹെർബൽ അല്ല കോൺസെൻട്രേറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്യാനും അതുപോലെ ഡൈജഷനെ പ്രോപ്പർ ആക്കാനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വ്രതം എടുക്കുന്ന കാലയളവിൽ ഹെർബൽ അലോ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് യൂസ് ചെയ്യുന്നതും നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബേസിക് ന്യൂട്രീഷൻ മാത്രം എടുക്കാതെ ഈ സമയത്ത് അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നോർമലി വെയിറ്റ് ലോസ് ചെയ്യുന്നത് പോലെ അത്ര സിമ്പിൾ ആയിരിക്കത്തില്ല നിങ്ങൾ വ്രതം എടുക്കുന്ന കാലയളവിൽ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല, കുറച്ച് നേരത്തെയൊക്കെ എഴുന്നേറ്റാൽ മാത്രമാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
കുറച്ച് സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് നേരത്തെ ഉണരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ ഉണർന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. രാവിലത്തെ ഷേക്കിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നേ വരെ വാട്ടർ ഇൻടേക്ക് എടുക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ഡേ മൊത്തത്തിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ആയിരിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഒരു ഫുൾ ഡേ ഫാസ്റ്റിങ്ങിന് ശേഷം വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നിങ്ങൾ എല്ലാവരും തന്നെ നോമ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നോമ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെവി അല്ലാത്ത പാനീയങ്ങൾ കുടിച്ച് നോമ്പ് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് യൂസ് ചെയ്ത് നോമ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഒരുപാട് ഹെവി കാലറി അല്ലാത്ത, ഒരുപാട് ബാഡ് കാലറി അല്ലാത്ത ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നോമ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകം പറയുന്നു, ഒരുപാട് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നോമ്പ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് വളരെ ലോ കാലറി ഉള്ള ഭക്ഷണങ്ങൾ എടുത്തിട്ട് നോമ്പ് കംപ്ലീറ്റ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം നോമ്പ് കംപ്ലീറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് എടുക്കുക. നമുക്ക് എത്ര ലിറ്റർ വെള്ളമാണോ കുടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത്രയും വെള്ളം കുടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും മാക്സിമം നമ്മളെ കൊണ്ട് കുടിക്കാൻ പറ്റുന്ന വെള്ളം ഈ ഒരു സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം നോമ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിലാക്സ് ആയതിനു ശേഷം ഒരു 7 to 8 വൈകുന്നേരത്തെ ഡിന്നർ ഷേക്ക് എടുക്കുക. ഡിന്നർ ഷേക്ക് രാവിലെ എടുത്ത സെയിം ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഡിന്നർ ഷേക്ക് എടുക്കുക. ഡിന്നർ ഷേക്ക് എടുത്ത് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വേറെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഷേക്ക് എടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് വാട്ടർ ഇൻടേക്ക് എടുക്കുക. നിങ്ങൾ കിടക്കുന്നതിന് അരമണിക്കൂർ വരെ കൃത്യമായിട്ട് വാട്ടർ ഇൻടേക്ക് എടുത്തിട്ട് കംപ്ലീറ്റ്. 2 ടൈം ന്യൂട്രീഷൻ മെത്തേഡിൽ നോമ്പ് സമയത്ത് ഇങ്ങനെയാണ് ഒരു ദിവസം കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് സാക്രിഫൈസ് ചെയ്ത് കംഫർട്ടബിൾ ആയി നിങ്ങൾക്ക് പ്രോഗ്രാം ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ വ്രതവും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വലിയ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വെയിറ്റ് ലോസ് ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ടുകൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാനാണ് ഞാൻ പേഴ്സണലി പറയത്തുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്യുക. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരിക്കലും പ്രോഗ്രാം ഫോളോ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫോളോ അപ്പിൽ മാറ്റം വരുത്താനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിക്കുക, അതിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നെക്സ്റ്റ് മെത്തേഡ് 1 ടൈം ന്യൂട്രീഷൻ മെത്തേഡ്. 1 ടൈം ന്യൂട്രീഷൻ മെത്തേഡിലും നോമ്പ് സമയത്ത് നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആദ്യത്തെ മെത്തേഡ് പോലെ അത്ര റിസൾട്ട് ഇതിൻ്റെ അകത്ത് ലഭിക്കത്തില്ല, എന്നിരുന്നാലും റിസൾട്ട് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് കൊണ്ട് കേൾക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾ കോച്ചുമായിട്ട് ചോദിച്ച് ക്ലാരിറ്റി വരുന്നതിന് ശേഷം ഫോളോ ചെയ്യുക. 1 ടൈം ന്യൂട്രീഷൻ മെത്തേഡ് ആണെങ്കിൽ പോലും നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ മാത്രമാണ് ഈ മെത്തേഡും ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ വാഷ്റൂം പോകുന്നതിന് വാട്ടർ ഇൻടേക്ക് എടുക്കുക. വാട്ടർ ഇൻടേക്ക് എടുക്കുന്നതിനൊപ്പം തന്നെ ഹെർബൽ ഓയിൽ കോൺസെൻട്രേറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റിന് ശേഷം വാഷ്റൂം പോവുക. വാഷ്റൂം പോയി വന്നതിന് ശേഷം എയർ ഫ്രഷ് ചൂടായിട്ട് എടുക്കുക. എയർ ഫ്രഷിന് ശേഷം അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിനുശേഷം ഷേക്ക് എടുക്കുക. ഷേക്ക് എടുക്കുമ്പോൾ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് യൂസ് ചെയ്തിട്ട് ഷേക്ക് എടുക്കുക. ഷേക്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുന്നേ എത്രയാണ് വെള്ളം കുടിക്കാൻ പറ്റുന്നത് ആ വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് ശേഷം ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആയിരിക്കും. ഫാസ്റ്റിംഗ് പിന്നെ ഈവനിങ് ആണ് ക്ലോസ് ചെയ്യുന്നത്. ഈവനിങ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഫാസ്റ്റിംഗ് ക്ലോസ് ചെയ്യുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം നോമ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള പാനീയങ്ങൾ കുടിച്ചിട്ട് നോമ്പ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നോമ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇതിനുശേഷം വൈകുന്നേരത്തെ നോർമലി ഡിന്നർ എടുക്കുക. 1 ടൈം ന്യൂട്രീഷനിൽ രാവിലെ മാത്രം ന്യൂട്രീഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ, വൈകുന്നേരം ന്യൂട്രീഷൻ എടുക്കേണ്ട ആവശ്യമില്ല. വൈകുന്നേരം ലൈറ്റ് ആയിട്ട് ഹെവി കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുക. നിങ്ങളുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കാര്യം രാത്രി നമ്മൾ എത്ര മാത്രം ഹെവി ആയിട്ട് കഴിക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ആയിട്ട് ബേണായി പോകുന്നില്ല. എനർജി ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൺവേർട്ട് ചെയ്ത് പോകാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ടാണ് ഇതെല്ലാം തന്നെ അക്യുമുലേറ്റ് ആവുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വളരെ ലൈറ്റ് ആയിട്ട് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ മാത്രം കഴിക്കുക. അതും മാക്സിമം 7 to 8 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യുക. വൈകുന്നേരത്തെ ഡിന്നറിന് ശേഷം കിടക്കുന്നതിന് മുന്നേ കൃത്യമായിട്ട് വാട്ടർ എടുക്കുക. എത്രമാത്രമാണ് വെള്ളം കുടിക്കാൻ പഠിക്കുന്നത് അത്രമാത്രം വെള്ളം കൃത്യമായിട്ട് കുടിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡിലാണ് വ്രതമെടുക്കുന്ന സമയത്ത് 1 ടൈം ന്യൂട്രീഷൻ ഫോളോ ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും 2 ടൈം ന്യൂട്രീഷൻ എടുക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അതുകൊണ്ട് 2 ടൈം മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ, ബോഡി കണ്ടീഷൻ ഇതെല്ലാം നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക. ഒരിക്കലും നോമ്പ് സമയത്ത് നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പും കൃത്യമായിട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസും കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യമാണ് റമദാൻ സമയത്ത് വ്രതം നോക്കുമ്പോൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയം എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമുക്ക് റിപ്ലൈ തന്നെയായിരിക്കും. പ്രത്യേകം പറയുന്നു, ഇത് കേട്ടിട്ട് നിങ്ങൾ അതേപടി ചെയ്യാതെ കൃത്യമായി നിങ്ങളുടെ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാരിറ്റി വരുത്തുക. അതിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ക്ലാരിറ്റി വരുത്തുക. ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സംശയം കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും റിപ്ലൈ നൽകും. അതുപോലെ തന്നെ ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടോ നമുക്ക് സംശയം തന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കൂടെ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.